കോട്ടയത്ത് ജിസ്മോള് 2 കുരുന്നു മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തെന്ന് പറയാൻ പറ്റൂല, അത് കൊലപാതകം തന്നെയാണ്. അത് കേസ് അന്വേഷണം ഇതുവരെ ഒന്നും ആയിട്ടില്ല. അവിടെ ഭർത്താവിൻ്റെ വീട്ടിലെ ക്രൂരപീഡനങ്ങൾ, അതായത് ജിമ്മിയുടെ വീട്ടിലെ ക്രൂരപീഡനങ്ങൾ സഹിക്കവയ്യാതെ ഈ പെൺകുട്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ത്യാഗം സഹിച്ച് ആ വീട്ടിൽ കഴിഞ്ഞു. കുറച്ച് നാൾ വരെ ഇങ്ങനെ കഴിഞ്ഞ് അടിയും അമ്മാവിയമ്മയുടെ അമ്മാവിയമ്മ അടിയെന്ന് പറയാൻ പറ്റൂല, അവരെ വായിൽ നിന്നും ചെന്ന് പിഴയ്ക്കാൻ പറ്റാത്ത അത്രയും വാക്കുകളാണ് അവർ പറയുന്നത്. അതുപോലെ നാത്തൂൻ, കല്യാണം കഴിച്ചു വിട്ട നാത്തൂൻ, 2 അവളുമാരും ടീച്ചറാണെന്ന് പറയുന്നത്. ഇവളെയൊക്കെ എങ്ങനെ ടീച്ചറെന്ന് പറയും? അതുപോലെ അമ്മായിയമ്മയെന്ന് പറയുന്ന ആ സാധനം റിട്ടയർഡായി, ടീച്ചറായിരുന്നു, റിട്ടയർഡായി. അതുപോലെ ക്യാൻസർ പേഷ്യൻ്റാണ്. അതുപോലെ ജിമ്മിക്ക് ഇട്ടുമൂടാൻ പറ്റാത്ത അത്രയും വക ആ കണക്കിനായിരുന്നു. അത്രയും സമ്പാദ്യം ഇവർക്കില്ല, ഈ ജിസ്മോക്ക് അത്രയും സമ്പാദ്യം ഇല്ല. എന്നാലും ജിസ്മോള് അഡ്വക്കേറ്റ് പഠിച്ച് നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അഡ്വക്കേറ്റായിട്ട് ജിസ്മോക്ക് ജോലി കിട്ടി. അതിനുശേഷം ഒരു സ്വന്തം സ്ഥാപനം ഇടുകയും അവിടെ ഇരുന്നും കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജിസ്മോളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമായിരുന്നു. നിരന്തരം ഈ ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനങ്ങൾ, വെറുതെ അങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ജിസ്മോളെ എടുത്തിട്ട് തല്ലക്കും. പിന്നെ നാത്തൂൻ അവിടെ കിടക്കണ ഒരു നാത്തൂൻകാരി വന്ന് കിടന്നും കൊണ്ട് അവളെ കത്തിക്ക് അവളെടുത്തിട്ട് അടിയും. അങ്ങനെ ഈ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. കമ്പി കൊണ്ടൊക്കെയാണ് മുഖത്തടിച്ച പാട്. കമ്പ് കൊണ്ടടിച്ചാൽ എന്തായിരുന്നാലും അങ്ങനെ തൊലിയൊക്കെ അങ്ങ് വിരിഞ്ഞളവി വന്നെന്നാണ് പറയുന്നത്. മുതുകത്ത് പാടുകൾ പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയ സമയത്ത് ഒരു സ്ത്രീ കണ്ടായിരുന്നു ഇതുപോലെ അടിയിലെ പാടുകൾ. പിന്നെ ഈ തൊടയിലൊക്കെ അങ്ങ് വട്ടത്തിനാണ് പൊള്ളിച്ച പാടുകൾ. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ, ഇത്രയും ക്രൂരമായിട്ട് അടിക്കണമെങ്കിൽ അവിടുത്തെ ആ സ്ത്രീ ജിമ്മിയുടെ അമ്മ വിചാരിച്ചില്ലല്ലോ എനിക്ക് 2 മക്കളുണ്ട്, അതുപോലെയാണ് ഈ ഒരു പെൺകുട്ടിയെന്ന്. ജിസ്മോക്ക് അമ്മയില്ല, അച്ഛനും 2 സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ. അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. അവർ UK-യിലായിരുന്നു. ഇപ്പം ആ അച്ഛൻ മോളെ നീതിക്ക് വേണ്ടിയിട്ട് വന്ന് UK-യിലോട്ട് തിരിച്ചു പോകുന്നില്ല. എന്നിട്ട് കേസ് കൊടുത്തിട്ട് കേസ് അന്വേഷണം ഒന്നും ആവണില്ല എന്ന് പറഞ്ഞാൽ ജിമ്മി പണം വാരി ചൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ആളുമുണ്ട് അതിൻ്റെ ഇടയിൽ. ഈ പണം അത്രയും കൂടെ തലയ്ക്ക് മീതെ വാരി ചൊരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടെ ഉള്ളൊരു വേലക്കാരിയുണ്ട്. ആ വേലക്കാരിക്ക് എല്ലാം അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. വേലക്കാരിയെ പറഞ്ഞ് പഠിപ്പിച്ച് തലേ ദിവസമൊക്കെ അവിടെ സംഭവം നടക്കുന്നുണ്ട്. ഇതെല്ലാം വേലക്കാരിയുടെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചതിന് ശേഷം ആണ് ഈ വേലക്കാരി ആ വീട്ടിലേക്ക് വന്നിട്ട് രാവിലെ ജോലിക്കാണ് വരണതെന്നും അതൊക്കെ ഇവർ മെനഞ്ഞെടുത്ത കഥകളാണ്. പക്ഷേ സംഭവമായി അങ്ങനെ വന്നിട്ട് പോലും ഇല്ല അവിടെ. അത് ഈ വേലക്കാരി മെനഞ്ഞെടുത്ത കഥയാണ്. ഇങ്ങനെയൊക്കെ പറയണമെന്നും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അവരിങ്ങനെയൊക്കെ പറഞ്ഞ കഥകളാണ് അവർ ഈ പറയുന്ന. രാവിലെ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് ചേച്ചി പോകുമെന്ന് പറഞ്ഞ് അതൊക്കെ കള്ളക്കഥകൾ, ഇവരുണ്ടാക്കിയ കഥകളാണ്. അത് സംഭവം അതിൻ്റെ തലേ ദിവസമേ ഈ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് കൈ ഞരമ്പൊക്കെ മുറിച്ച്, സത്യം പറഞ്ഞാൽ ജിസ്മോളായിരിക്കൂല ഈ ഞരമ്പ് മുറിച്ചത്, അതിനെ പിടിച്ചു വെച്ച് മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഫാനിൽ കെട്ടി തൂക്കി അത് ഇതളൊടിഞ്ഞ് വീണെന്നും അതൊക്കെ എടുത്തൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയ വഴിക്ക് ഒക്കെ വന്ന് ഒടിഞ്ഞ് വീണതായിരിക്കും. പിന്നെ ഹാർപ്പിക്ക് ഇങ്ങനെ ആ കുരുന്ന് മക്കളെ വായിലൊഴിച്ചു കൊടുക്കാൻ തോന്നി. 1 വയസ്സായ 3 വയസ്സായ 2 പൊന്നു മക്കൾ കാണാൻ തന്നെ എന്തോ ഒരു ഭംഗി കാണാൻ, ആ മക്കളെ വായിൽ ഒഴിച്ചു കൊടുക്കാനും അതൊക്കെ എന്തുമാത്രം. ഈ ഹാർപ്പിക്കൊക്കെ അങ്ങ് വയറിനകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അങ്ങ് വെന്തെരിയാണ് ചെയ്യണം. ഇപ്പം ഈ വെന്തെരിഞ്ഞ് ഈ ഞരമ്പ് മുറിച്ച് ഫാനിലൊക്കെ തൂങ്ങിയിട്ട് ഈ പെൺകുട്ടി 3 കിലോമീറ്റർ ദൂരം സ്കൂട്ടി ഓടിച്ച് പോയെന്ന് മരിക്കാം. മീനച്ചലാറ് അവിടെ നിന്ന് എത്ര കിലോമീറ്റർ പോകണം ഈ മീനച്ചലാറിൽ പോകണം. അപ്പോൾ അത്രയും ദൂരം വരെ വണ്ടി ഓടിച്ച് എന്തായാലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ട് ജിസ്മോള് വണ്ടി ഓടിച്ച് 2 കുട്ടികളെ ഇരുത്തി വണ്ടി ഓടിച്ച് ആ 1 വയസ്സായ കുട്ടികളെയൊന്നും അങ്ങനെ ഇരുത്തി ജിസ്മോള് ഇന്നേ വരെ പോയിട്ടില്ലെന്നാണ് ജിസ്മോളെ പപ്പ പറയണത്. അത് അഥവാ പോകത്തില്ല അങ്ങനെ തന്നെ. ഈ 2 മക്കളെ ഇരുത്തി എങ്ങനെ ഇത്രയും ദൂരെ ഈ പെൺകുട്ടി പോരെങ്കിൽ 3 ജോഡി ചെരുപ്പും കൂടെ അവിടെ കൊണ്ടുവന്ന്, എല്ലാം ഒരു തെളിവ് വേണ്ടേ, 3 ജോഡി ചെരുപ്പും അവിടെ കൊണ്ടുവന്ന് വെച്ച്, അതുപോലെ സ്കൂട്ടിയും കൊണ്ടുവന്ന് അവിടെ വെച്ച്. എന്തിനാണ് സ്കൂട്ടിയിലാണ് വന്നത്, എന്നിട്ട് എടുത്ത് ചാടി, എന്നിട്ട് ഒരു തുള്ളി
ബ്ലഡിൻ്റെ അംശം പോലും ആ സ്കൂട്ടിയിലാവട്ടെ ഇല്ല. ഈ കൈഞ്ഞരമ്പ് മുറിച്ച ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തുള്ളി ബ്ലഡെങ്കിലും കാണൂലേ ആ സ്കൂട്ടിയിൽ. അങ്ങനെ ഒരു തുള്ളി ബ്ലഡ് പോലും ആ സ്കൂട്ടിയിലൊന്നും ഇല്ല. പിന്നെ ഈ 3 ജോഡി ചെരുപ്പ് അവിടെ കൊണ്ടുവച്ചു. അതുമല്ല മൃതശരീരം പൊങ്ങിയാണ് കിടന്നത്. ഇട്ട് 1 മണിക്കൂറിനിടയ്ക്ക് വെച്ച് എന്തായാലും പൊങ്ങും. ഇവരിപ്പോൾ 12 മണിക്ക് സംഭവം നടന്ന് 1 മണിക്ക് വെച്ച് വള്ളക്കാരന്മാർ പൊക്കിയെടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ ആ സമയത്ത് എന്തായാലും മൃതശരീരം പൊങ്ങൂല. അത് അത്രയ്ക്കുള്ള നേരെ അപ്പോഴാവണുള്ളൂ. ഇത് തലേ ദിവസമൊക്കെ സംഭവം നടക്കുകയാണെങ്കിൽ മാത്രമേ ഈ മൃതശരീരം പൊങ്ങി വരൂ. ഇല്ലെങ്കിൽ ആ ചാടിയ വഴിക്ക് ഇത് അങ്ങ് അടിയിലോട്ട് പോവേ ഉള്ളൂ. 2-3 പ്രാവശ്യം പൊങ്ങി വന്നിട്ട് അങ്ങ് താരും. പിന്നെ കുറച്ച് കഴിഞ്ഞ് എത്രയും നേരത്തോട് നേരം അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാലേ മൃതശരീരം പൊങ്ങുള്ളൂ. അതുമല്ല വെയിറ്റ് ഇല്ലാത്ത സാധനമോ. ജിസ്മോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോഴത്തേക്ക് എന്തായാലും പൊങ്ങി വരൂല. കുറച്ച് നുണകളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത്തിരിയൊക്കെ ഒരിത് വേണം. അതുപോലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാത്തത്? വേറെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിരുന്നാൽ ഉടനെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമല്ലോ. അതുപോലെ ഒരേ സ്ഥലത്ത് ശരിയാണ് വെട്ടും കുത്തും കൊലയും നടക്കണം, ഓടിപ്പോയി CCTV ദൃശ്യം പരിശോധിക്കുമല്ലോ. അതുപോലെ കോട്ടയത്തൊരു സംഭവം നടന്ന് വൃദ്ധ ദമ്പതികളെ വെട്ടിക്കൊന്ന് അത് ഓടിപ്പോയി ഇല്ല അവനാണെന്നും അമിത്താണെന്നും പറഞ്ഞ് ഓടിപ്പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചല്ല. ജിമ്മിയുടെ വീട്ടിലുണ്ട് CCTV, അവിടെ പരിശോധിച്ചിട്ടില്ല. ജിമ്മി ഒരുപാട് തെളിവുകൾ നശിപ്പിച്ചു. ഈ ഞരമ്പ് മുറിച്ച് ബ്ലഡ് അത്രയും ഒഴിവെന്ന് പറഞ്ഞ റൂം തുടച്ച് വൃത്തിയാക്കി ഒരുപാട് ദുരൂഹതകളുണ്ട്. അവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഈ മീനച്ചിലാറ് വരെ CCTV ദൃശ്യങ്ങളുള്ളതാണ്. എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നില്ല? ഇതിൻ്റെ എല്ലാം അവിടെ പ്രതിഷേധങ്ങൾ നടന്നായിരുന്നു. അതുപോലെ വേലക്കാരി പറയുന്ന പച്ച കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. വേലക്കാരിയുടെ പേരിൽ ഇപ്പം എന്താ അവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തെന്ന് പറയാനേ പറ്റൂ. എവിടെ അവരൊന്നും പേരിൽ കേസ് എടുക്കുമൊന്നുമില്ല. കേസ് എടുത്താൽ തന്നെ അത് മൈൻഡൊന്നും ചെയ്യുമൊന്നുമില്ല. അതങ്ങനെ അങ്ങ് പോകും. പിന്നെ ആ തള്ളെ അറസ്റ്റ് ചെയ്യണം, അതുപോലെ നാത്തൂനെ അറസ്റ്റ് ചെയ്യണം. ഇവരൊക്കെ പക്ക കള്ളത്തരങ്ങളാണ് ഇവരൊക്കെ ചെയ്തത്. ഇവരൊക്കെ ഒരുപാട് ഉപദ്രവിച്ച് ആ അമ്മച്ചിയൊക്കെ കാണാൻ എന്തിനു കൊള്ളാം. അവർ കറുമുറല്ലേ ഇരിക്കണത്. എന്നിട്ടാണ് അവർ പറഞ്ഞത് നിനക്ക് എന്തൊരു പാലായിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ടാണ് നീ കറുമുറായിരിക്കണത്, നിൻ്റെ മോള് കറുത്തത് അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കാനുള്ളത്. അതുപോലെ ആ നാത്തൂങ്കാരി സുന്ദരിയാണ്, അതുപോലെ ജിമ്മി സുന്ദരനാണ്. അപ്പം ആദ്യം അവരോരോ കുറ്റങ്ങൾ അവരോര് നികത്തണം, പിന്നെ അതിനുശേഷം ബാക്കിയുള്ളവരെ കുറ്റങ്ങൾ പറയാൻ ശ്രമിക്കണം. എന്തായാലും വേലക്കാരിയുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. പെണ്ണും പിള്ളയെ പിടിച്ചിട്ട് കുടയുമ്പോഴത്തേക്ക് പറയും. പക്ഷെ അത് നടക്കൂല. അപ്പോൾ ഒരു അമ്മുമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവിടെ അടുത്തുള്ളതാണ്. നീതി കിട്ടാൻ വേണ്ടിയുള്ള ഒരു അറസ്റ്റാണോ ഇത്? അവൻ്റെ ഉമ്മ അവൻ്റെ അഭിനയിക്കുന്നതായിരിക്കും. എവിടെയുള്ള വച്ചല്ലേ അവൾ അങ്ങനെ തന്നെ മരിക്കല. അവളെ തേപ്പിടിക്കിട്ട് ഏറ്റവും പാടുണ്ടായിരുന്നു. അയൺ ബോക്സ് വെച്ചിട്ട് ആ കുട്ടിയുടെ തൊട പൊള്ളിച്ചെന്നാണ് ആ അമ്മമ്മ പറയണത്. അപ്പൊ ഇത് എന്ത് വേദന സഹിച്ചിട്ടുണ്ട്. അയാൾ എന്നോട് പറയല്ലേ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ജിസ്മോള് അച്ഛൻ്റെ പേരിൽ തന്നെ തലവണ്ടയ്ക്ക് എന്നെ ഇരിക്കട്ടെന്ന് മോള് മരിച്ചേന്. ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ക്രൂര പീഡനങ്ങൾ ഏറ്റാണ് മരിച്ചത്. അപ്പം ആരോ വന്നിട്ട് പറയണമെന്ന് വേണമെങ്കിൽ ജിസ്മോളെ അച്ഛൻ്റെ പേരിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാമെന്ന്. അപ്പോഴവർ പോലും അവിടെ ഇല്ലായിരുന്നു. പിന്നെയാണ് UK വരണ മോള് മരിച്ചെന്നൊക്കെ യാവന്മാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. അല്ലാതെ ഹസ്ബൻഡിനാകിയല്ലേ അത്ര അറിവുള്ളൊരു ബന്ധത്ത. അവൾ വക്കീലായി. അതിന് മുമ്പ് തന്നെ അവൾ പഞ്ചായത്ത് പ്രസിഡൻ്റായി. അവിടെ അമ്മ അതുപോലെ തന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റ്. നല്ലൊരു തള്ള. അവൻ്റെ ഒരു തള്ളയെന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ തള്ളയതെ, അവരും അതെ, ആ പെണ്ണും അതെ, നല്ലൊരു പെണ്ണാ. ആ തള്ളയതെ. അവർ വീട്ടുകാരൻ നമ്മളോട് പറയാനൊന്നുമില്ല. എനിക്ക് നീതി കിട്ടണം. അവൻ ഇത് കൂട്ടി കർമ്മം ചെയ്തില്ലേ, പിഞ്ച് കൊച്ചുങ്ങളെ വരെ അവൻ കൊന്നു കളഞ്ഞില്ലേ. ആത്മഹത്യൊന്നും അല്ലല്ലേ അമ്മച്ചി? ആത്മഹത്യ അല്ല, ആത്മഹത്യാണ്. 2 ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പൊങ്ങി വരുമോ? പഴയ കാലത്തെ ആൾക്കാർ അത് തന്നെയാണ് പറയുന്നത്. ആൾക്കാർ തന്നെ അത് തന്നെയാണ് അമ്മ പറഞ്ഞ അതേ ചോദ്യമാണ് ഈ കേരളത്തിലുള്ള ജനങ്ങളും ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാം ചോദിക്കുന്നത്. അത് ഈ പോലീസുകാരോട് ചോദിക്കുന്ന ചോദ്യം അത് തന്നെ. അതെ, അല്ല അത് 2 ദിവസമായ ഒരു ദിവസമായ ശവം പൊങ്ങി വരികയല്ല. ഈ ചൂണ്ടയിടുമ്പോഴേ ഈ ചൂണ്ടയുടെ അറ്റത്ത് ചൂണ്ടക്കുളത്ത് താന്ന് കിടക്കാനായിട്ട് ചെറിയ കല്ല് കിട്ടും. എന്നാലും അതിന്റെ കൂടെ ഒരു ചെറിയ സ്പോഞ്ചോടെ കെട്ടിയിടും. സ്പോഞ്ച് എന്തിനാ?
പൊങ്ങിക്കിടക്കാൻ. പൊങ്ങി കിടക്കാനായിട്ട്. ജിസ്മോൾ സ്പോഞ്ച് ആയിരുന്നോ പൊങ്ങി കിടക്കാനായിട്ട്? അല്ല കേട്ടോ, അവർക്ക് ഇത് വരുമെന്ന് ഓർത്തില്ല. പിന്നെ അവർ ഈ പെണ്ണ് ഒരു രഹസ്യം പുറത്ത് പറയാനിരുന്ന എന്നാന്ന് എനിക്കറിയത്തില്ല. ആ പെണ്ണ് രഹസ്യം പുറത്ത് പറയാത്ത അമ്മേ കുടുംബത്തിനോട്, അതായത് സ്വന്തം ഭർത്താവിനോടും ആ കുടുംബത്തോടും അതുപോലെ അതിയായ സ്നേഹം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ജനങ്ങളോട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു അവസരത്തിൽ ഇന്നലെ നാളെ തെറ്റുതിരുത്തി ജീവിതം തിരികെ പിടിക്കാമെന്ന് ജിസ്മോള് കരുതി. അതാണ് ഭർത്താവ് ഇത്രമാത്രം ഉപദ്രവിച്ചിട്ട് അല്ലേ 2-3 മാസം വരെ. ഇപ്പം ജിമ്മിയെ അങ്ങനെ തന്നെ 3 മാസം വരെ പിടിച്ചുകൊണ്ട് വന്ന് അങ്ങ് ഇട്ടെന്നുള്ളൊരു പേര് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ഇറക്കിഞ്ഞ് വിടും. ജിമ്മിയെ ഇറക്കും, ജിമ്മിയുടെ അച്ഛനെ ഇറക്കും. ആ കിളവ അവസാനമൊക്കെ ഈ പെൺകുട്ടിയെ ഒരുപാടിട്ട് ഉപദ്രവിച്ചെന്നാണ് പറയണത്. ഈ ജിസ്മോള് കിടക്കരുതായിരുന്നു, ആരിക്കെട്ടി അങ്ങ് പോകണമായിരുന്നു 2 മക്കളെ എടുത്തും കൊണ്ട്. വീണ്ടും എൻ്റെ ജിമ്മിച്ചേട്ടൻ ജിമ്മി അച്ചായനെന്നും പറഞ്ഞ് കിടന്നിട്ടല്ലേ അങ്ങ് പോകണമായിരുന്നു. അപ്പോൾ ജിസ്മോളെ സഹോദരൻ UK തിരിച്ചു പോയി. അതുപോലെ അച്ഛൻ മാത്രം അവിടെ ഇരുന്നും കൊണ്ട് കഷ്ടം. കേസുകൾ അവിടെ എവിടെയും കൊടുത്തിട്ട് അന്വേഷണം പോലും ഇല്ല. അന്വേഷണമാണെങ്കിൽ ഇങ്ങനെയാണ് CCTV ഒക്കെ അത് കണ്ടുപിടിച്ച് എന്നേ അവനെ പിടിച്ചതിന് CCTVയിൽ ദൃശ്യങ്ങൾ കിട്ടണില്ല എന്നും, ദൃശ്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഏതോ ഒരു പെൺകൊച്ച് ഒരു കൊച്ചിനെ ഇരുത്തി സ്കൂട്ടിയിൽ പോണ ഒരു ഫോട്ടോ എടുത്ത് അന്ന് പോണ അതിന് ഇടപാട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് എന്തോ. ആരെയോ വിളിച്ച് ചിലപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും കൊണ്ടുവന്ന് അവിടെ ആ കൊച്ചിനെയും കൊണ്ട് നിർത്തിയിട്ട് അത് ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത്. ഒരു കൊച്ചിനെയും കൊണ്ട് സ്കൂട്ടിയിൽ ഇങ്ങനെ. അത് ജിസ്മോൾ എന്ന് പറഞ്ഞാൽ ഈ കൈ ഞരമ്പ് മുറിച്ചിട്ട് ജിസ്മോൾ പോണതാണ്. നല്ല ഡീസൻറ്റിലിരുന്ന് വണ്ടി ഓട്ടിച്ച് പറയാൻ തന്നെ ഈ കേൾക്കണോരോ മണ്ടന്മാരാ അത്രയ്ക്ക്. ഇതൊക്കെ തന്നെ ഓരോ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയച്ച് കഴിഞ്ഞാൽ അതൊക്കെ കിടന്ന് അനുഭവിക്കണതിന് പോണം അപ്പോഴേ അങ്ങ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിക്കഴിഞ്ഞാൽ പിന്നെ കിടക്കരുത്. എൻ്റെ ചേട്ടനുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്വഭാവം മാറും, അമ്മാവിയമ്മേരെ സ്വഭാവം മാറും എന്ന് പറഞ്ഞൊന്നും കിടക്കരുത്. അങ്ങ് പോണം എങ്ങോട്ടെങ്കിലും. അവസാനം അനുഭവിച്ച് അവിടെ കിടന്ന് മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കൊല്ലും. അങ്ങനത്തെ അവസ്ഥകളാണ്.